മല്ലൂസ് വില്ലേഴ്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഭാരതമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സഫാരി വേൾഡ് അകത്തുള്ള സഫാരി പാർക്കിലാണ്. സഫാരി വേൾഡിന്റെ 3ാമത്തെ എപ്പിസോഡാണിത്. ഇതിന്റെ 1-2 പാർട്ടുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കാണുക. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം. നമ്മൾ ഈ സഫാരി വേൾഡിന്റെ പാർട്ട് 1, അതായത് എപ്പിസോഡ് 1, എപ്പിസോഡ് 2 നമ്മൾ കുറേ ഷോസ് ആണ് കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് 3 അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഈ സഫാരി പാർക്കിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ സൂവിലാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടിനകത്തായിരിക്കും കിടക്കുക. അത് നമുക്ക് കൂട്ടിട്ട് പുറത്ത് നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടുത്തെ സെറ്റപ്പ് അങ്ങനെയല്ല. ഒരു വിശാലമായിട്ടുള്ളൊരു കാടാണ്. കാട് നടുവിലൂടെ ഒരു റോഡ്, അത് ടാറിട്ട റോഡാണ്. ആ റോഡിൽ കൂടെ നമ്മുടെ വാഹനത്തിലൂടെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുക ഓരോ ഏരിയ നിരവധി പ്രത്യേകമായിട്ടുള്ള മൃഗങ്ങളൊക്കെ അവർ വസിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ യാത്രക്കിടയിൽ പലപ്പോഴും പല മൃഗങ്ങൾ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ കാണാനായിട്ട് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അതിൽ മൃഗശാലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന മൃഗങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കാൾ ഹാപ്പിയാണ് ഇവിടെയുള്ള ഓരോ മൃഗങ്ങളും. അതായത് ഇവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരു കൂട്ടിനകത്ത് ജയിലിലടക്കുന്ന ഒരു പ്രതീതിയായിട്ടായിരിക്കും അവർക്ക് കിട്ടുക. ഇവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലായിടത്തും ഇങ്ങനെ മേഞ്ഞ് ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാനും പിന്നെ ഉലാത്താനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. എന്നാലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, വലിയ രീതിയിലല്ലെങ്കിൽ പോലും. എന്നാൽ നമുക്കറിയാം, കാര്യം എന്ന് പറയുമ്പോൾ ചില മൃഗങ്ങൾ മറ്റു വലിയ മൃഗങ്ങൾക്ക് ഭീഷണിയാണ്. കാര്യം പറയുമ്പോൾ അവർ ഈ മൃഗങ്ങളെ ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ പിന്നെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇവിടെയുള്ള ഒത്തിരി ഗാർഡുകളുണ്ട്. അപ്പോൾ അവർ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ഏരിയയിൽ പിന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെ താമസിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗാർഡുകൾ പിന്നെ സുരക്ഷിതമായിട്ട് തന്നെയാണ് മറ്റ് മൃഗങ്ങളെയൊക്കെ നോക്കുന്നത്. കാര്യം ഈ ഒരു കൂട്ടത്തിൽ നിന്നും മറ്റു കൂട്ടത്തിലോട്ട് പോകാതിരിക്കുവാനായിട്ട് ഇവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. കാര്യം അവരുടെ തന്നെ പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് ജിറാഫ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. പല സൂവിലും പോയിട്ടുണ്ടായിരുന്നെങ്കിലും ജിറാഫിനെ കാണുവാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പം അതും എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിനകത്ത് പ്രൈവറ്റ് വാഹനങ്ങളെ കടത്തിവിടുന്നതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കേജ് പോലത്തുള്ളൊരു വണ്ടിയുണ്ട്. അതിനകത്ത് നമ്മൾ പ്രത്യേക ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സൂവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ടുള്ള വണ്ടിയാണ്. അതിനകത്ത് നമുക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. സീബ്രനൊക്കെ കണ്ടോ, എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. ഈ യാത്രയ്ക്ക് ഏകദേശം ദൈർഘ്യം എന്നുള്ളത് 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്. നമ്മുടെ വാഹനം വളരെ സാവധാനത്തിലാണ് പോകുന്നത്. ആക്ച്വലി നമ്മുടെ മുൻപിലും പുറകിലുമായിട്ടൊക്കെ ഒത്തിരി വണ്ടികൾ വേറെയുണ്ട്. ഈ സഫാരിക്കടയിൽ ഒരു കാരണവശാലും ആർക്കും പിന്നെ ഈ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള അധികാരമില്ല. ഇറങ്ങുന്നതാണെങ്കിൽ ഇവിടുത്തെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ഇറങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിയമപരമായിട്ട് വലിയ പണിഷ്മെന്റിന് കിട്ടുന്നതാണ്. മാത്രമല്ല, ആക്ച്വലി നമ്മൾ പോകുന്ന വാഹനം ഒരു കാരണവശാലും അതായത് കാരണമില്ലാതെ നമ്മളൊരിക്കലും നിർത്താൻ പാടില്ല വണ്ടി. നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഈ മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് നിർത്തി കൊടുക്കണം. അതൊക്കെ വ്യക്തമായിട്ട് കാരണമുണ്ട്. അല്ലാത്ത പക്ഷം പർപ്പസ്ഫുള്ളി നമ്മൾ വണ്ടി നിർത്തി ബാക്കി വരുന്ന വണ്ടിക്ക് ഒരിക്കലും നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മൾ മുമ്പിൽ പോകുന്ന വണ്ടി പോകുന്ന സ്പീഡ് എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം, അതുമാതിരി വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ കാരണം മറ്റൊരു വണ്ടിക്കാർക്ക് മറ്റൊരാൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാണ്ട് തന്നെ നോക്കണം. കുറേ കാളക്കുട്ടന്മാർ ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഗൈഡ് പിന്നെ ഭക്ഷണം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവണം. അത് കഴിക്കാനായിരിക്കണം ഇത്രമാത്രം ഓട്ടം. കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്തൊരു പ്രതീതി തന്നെയാണ് ഈ ഒരു യാത്ര ചെയ്തവർക്ക് കിട്ടുക. അത് മാത്രമല്ല, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് നിർത്താനോ ഇറങ്ങാനോ അല്ലാതുണ്ടെങ്കിൽ കടയൊന്നുമില്ല. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ സ്നാക്സ് ഇതുപോലെ സാധനങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. ഇനി അങ്ങോട്ട് ഡോസ് കൂടിയ മൃഗങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളതിൻ്റെ മുൻകരുതൽ എടുത്തിരിക്കണം. നമ്മുടെ വിൻഡോ അതൊന്നും താത്താൻ പാടില്ല, ഗ്ലാസ്സൊന്നും താഴ്ത്താൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഡേഞ്ചറാണ്. ഇനി അങ്ങോട്ട് സിംഹം, കടുവ അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറേ സിംഹങ്ങളിവിടെ ഉണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ചില ആൾക്കാരൊക്കെ കണ്ണൊക്കെ തുറന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആരും ആക്റ്റീവ്. സിംഹമുണ്ട്, പെൺസിംഹമുണ്ട്. എനിക്കിവിടെ പെൺസിംഹത്തിന് സിംഹി എന്നാണ് പറയുന്നതാണ് തോന്നുന്നത്. അത് പണ്ടെപ്പോഴോ കേട്ടൊരു അറിവാണ്. തെറ്റാണെന്നോ ശരിയാണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുമില്ല. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോവുക. അതിൽ ഒത്തിരി രാജ്യങ്ങളുടെ പിന്നെ വേറെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിമർശനങ്ങളും പിന്നെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സിംഹത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന കടുവകളുടെയാണ്. ഈ കടുവകൾ തന്നെ ബംഗാൾ കടുവ അടക്കം ഇതിനകത്തുണ്ട്. ഇവർക്ക് ഉറങ്ങിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയ താല്പര്യമുള്ള കേസായിരുന്നു തോന്നുന്നു. എനിവേ, അവൻ ഉറങ്ങിപ്പോയി. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇതിനകത്ത് പിന്നെ ഇവരുടെ തന്നെ ഒരു വണ്ടിയുണ്ട്, ഈ സൂക്കാരുടേത്. അതൊരു കേജ് പോലത്തെ വണ്ടിയാണ്.
അതിനകത്ത് ഈ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ അടക്കമുണ്ട്. ചെറിയൊരു ഫീസ് അഡീഷണൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റും. ആ വണ്ടിയിൽ കയറാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയറുക. നോർമലി അത് വലിയ സംഭവമല്ല. കാര്യം നമ്മൾ പിന്നെ പാക്കേജ് എടുത്ത് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ തന്നെയായിരിക്കും നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാര്യം കടുവകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ ആ ഇരിക്കുന്ന കേജ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സെപ്പറേഷൻ ഉള്ളത്. കേജിലൊക്കെ തൊട്ട് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രയും അടുത്ത് ഇത്രയും വലിയ വന്യമൃഗങ്ങൾ കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. എനിക്ക് ആ വണ്ടി കൊടുത്തിരിക്കുന്ന കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പോഴേക്ക് കറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു സീബ്രയുടെ അതേ കളർ തന്നെയാണ്. അപ്പോൾ ആ കേജ് ഉള്ള ആ വണ്ടി കൂടാണ്ട് വേറൊരു വണ്ടി അടുത്ത് നിൽക്കുന്നുണ്ടോ, അതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഗാർഡുകൾ നിൽക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ചില പിന്നെ മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ റോഡിലോട്ട് കടന്നു വരുന്ന സമയത്ത് പിന്നെ ഈ ഗാർഡുകളാണ് ശരിക്കും അതിനെ ആട്ടിപ്പയച്ച് അതിനെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ വീഡിയോസ് ഒരിക്കലും നമ്മളെ ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഫോണാണെങ്കിലും ക്യാമറയാണെന്നുണ്ടെങ്കിലും ഏത് സമയത്ത് ഏത് മൃഗങ്ങൾ വേണമെങ്കിലും അടുത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിക്കകത്ത് പിന്നെ എന്താണ് ഗ്ലാസ് പിന്നെ പൊക്കിയിട്ടിട്ട് പിന്നെ അകത്തുനിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില വീഡിയോയിൽ എന്താ പറയുക നമുക്ക് അതിൽ കുറേ പിന്നെ ക്ലാരിറ്റി കുറവ് കാണാൻ പറ്റുന്നത്. ഒരു കരടിക്കൂട്ടം നീരാടുന്ന പിന്നെ സീൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. കരടിയെയും ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാരണവശാൽ നമ്മൾ സ്വകാര്യ വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ, ഡീസൽ മുതലായ ഇന്ധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിനകത്ത് വരുവാനായിട്ട്. അഥവാ ഇതിനകത്ത് വെച്ചിട്ട് ഇന്ധനം കഴിഞ്ഞ് നമ്മൾ വണ്ടി നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാരക പിഴ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ അധികം സംഭവിക്കാറില്ല. എന്നിരുന്നാലും ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവർ ഈ ഒരു റൂളും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.